ഇപ്രാവശ്യം ഞങ്ങളിത് സ്പെഷ്യലായിട്ട് നമ്മളെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഐറ്റംസ് 1 kg ഹാഫ് kg ഉണ്ട്. 1 kgക്ക് 600ഉം ഹാഫ് kgക്ക് 300ഉം ആണ് നമ്മളെ റേറ്റ് വരുന്നത്. ദെൻ നമ്മളെ ഓർഡിനറി ഉണ്ട്, കിലോ വന്നിട്ട് 350, ഹാഫ് kg 180. ദെൻ വേറൊരു സ്പെഷ്യൽ ഇക്കൊല്ലം നമ്മളെ ക്രാക്കറ്റ്, അതായത് ക്യാരറ്റ് ഗീ മൈസൂർ പാക്ക്, അത് വന്നിട്ട് 250 ഗ്രാംസിൻ്റെ ബോക്സാണ് നമ്മൾ കൊടുക്കുന്നത്. 150 റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ജാംഗ്രി ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഈ സാധനങ്ങൾ. ജാംഗ്രി, അതേമാതിരി തന്നെ മിക്സർ, ഇതൊക്കെ മിക്സർ. പിന്നെ ഹാൻഡ് മെയ്ഡ് റോൾ ചെയ്ത മുറുക്കുകൾ, മെഷീൻ മുറുക്കല്ല, ഇത് കംപ്ലീറ്റ് നമ്മൾ കൈകൊണ്ടുള്ള നമ്മളെ 2 വരി മുറുക്ക് എന്നാണ് പറയുന്നത്. 2 വരി മുറുക്ക് എന്ന് പറയുന്ന സാധനം ഇതാണ്. അതിന് 200 ഗ്രാമിന് 120 ആണ് നമ്മളെ റേറ്റ് വരുന്നത്. ഇതും അതേമാതിരി തന്നെയാണ്. ബട്ടർ മുറുക്ക് 80 രൂപ 200 ഗ്രാം. ഇത് ബട്ടറാണ്. ഇത് ബട്ടർ, ഇതൊക്കെ ഈ സമയത്ത് അല്ല, നമ്മളിവിടെ നമുക്കത് ഈ സമയത്താണ് കിട്ടുന്നത്. ഇത് നമുക്കിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പൊക്കവട, അരിപ്പൊക്കവട, നമ്മളിത് സാധാരണ നമ്മൾ പുറമെ കിട്ടുന്നതിനും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാലിക്കറ്റ് യങ് ബ്രാഹ്മിൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന രൂപീകൃതമായത് 1987 നവംബറിലാണ്. ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ സമൂഹ മഠത്തിൽ വെച്ചിട്ട് അന്നത്തെ പ്രസിഡന്റ് TG കൃഷ്ണയ്യരെ കൊണ്ട് ഞങ്ങളുടെ ബ്ലഡ് ഡോണേഴ്സ് ഫോറം എന്നൊരു ക്യാമ്പയിൻ നടത്തി സൈബ സമൂഹത്തിൽ നവംബറിൽ ഞങ്ങളിത് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് കൊല്ലം ഞങ്ങൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ബ്ലഡ് ഡോണേഴ്സ് ഫോറം തുടങ്ങി. രണ്ടാമത് പാലട പായസം. അന്ന് കോഴിക്കോട് ആരും അങ്ങനെ ഇന്നത്തെ മാതിരി ഓണത്തിനും വിഷുവിനും പാലട പായസം കൊടുക്കൽ ഉണ്ടായിരുന്നില്ല. അന്നത് ഞങ്ങൾ സൈബയിലെ കുട്ടികൾ കംപ്ലീറ്റ് ഇൻവോൾവ് ആയിട്ട് കോഴിക്കോട് പരമേശ്വരി അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങൾ അത് ആദ്യം തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് തോന്നി, ആൾക്കാർ ആവശ്യപ്പെടാൻ, എന്നാൽ ദീപാവലി സ്വീറ്റ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നുള്ള ജനങ്ങളെ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ അങ്ങനെ നമ്മളെ ട്രഡീഷണൽ സ്വീറ്റ്സ്, ബ്രാഹ്മിൻസിന്റെ സ്വീറ്റ്സ്, അന്നും പണ്ടും കോഴിക്കോട് സിറ്റിയിലെ എല്ലാ ബേക്കറിയിലും സ്വീറ്റ് കിട്ടുകയാണെങ്കിലും ബ്രാഹ്മിൻസ് ട്രഡീഷണൽ സ്വീറ്റ്സ് ഞങ്ങൾ കോഴിക്കോട് ആദ്യം കൊണ്ടുവരികയും അത് നമ്മൾ സൈബ ഫസ്റ്റ് കൊണ്ടുവന്നത് കാലിക്കറ്റ് യങ് ബ്രാഹ്മിൻസ് അസോസിയേഷനാണ്. അവിടെ നിന്ന് 35 വർഷമായി നമ്മൾ തുടർച്ചയായി ഈ ദീപാവലി സ്വീറ്റ്സ് നിർദ്ധയരായ രോഗികൾക്ക് വേണ്ടിയിട്ടും വൈദ്യ ശുശ്രൂഷ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ പല ആൾക്കാർക്കും ഞങ്ങൾ സൗജന്യ വിദ്യാഭ്യാസ സഹായം, ധനസഹായം. പിന്നെ അതേമാതിരി സൈബ തുടങ്ങിയ കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക്, അങ്ങനത്തുള്ള കുട്ടികൾക്ക് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അവരെ പഠനോപകാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇന്നും സജീവമായി നമ്മളെ നിർദ്ധയരായ അംഗങ്ങളുടെ ആൾക്കാർക്ക് അല്ലാതെയും ഞങ്ങൾ സൗജന്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. കാരണം അത് ഇനിയും തുടർന്നിപ്പോൾ 35 വർഷമായിട്ട് എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് തുച്ഛമായ ലാഭം കൊടുത്ത് നല്ല സാധനം കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ 37ാമത്തെ വർഷമാണ് സ്വീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഒരു തലമുറയിലേക്ക് ഞങ്ങൾ ഇത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, പണ്ടത്തെ നമ്മൾ തുടങ്ങിയ സമയത്തുള്ള വ്യക്തികൾ എന്തൊക്കെ ചെയ്തോ അതും, അതല്ലാതെ പുതിയതായ ഓരോ കാര്യങ്ങൾക്കും പുതിയ ആൾക്കാരെ കണ്ടെത്തുകയും നമ്മളെ സമുദായ അംഗങ്ങളിൽ ഇതിൽ നിൽക്കുന്ന ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെയ്തുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെ തുടങ്ങി 16, 17, 18, 19, 20 ദീപാവലിക്ക് ഉച്ചവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഉച്ചവരെ ഒരു 12-12:30 സാധനം തീരുന്നവരെ നമ്മൾ ദീപാവലിക്ക് എന്തായാലും നമ്മൾ തുറക്കും. പക്ഷെ സാധനം നമ്മൾ എത്രത്തോളം തീരുന്നോ, ചിലപ്പോൾ ഇനിയിപ്പോൾ 20-ാം തീയതി തീർന്നാലും നമ്മൾ എന്തായാലും 20 സൺഡേ എന്തായാലും നമ്മൾ ഫുള്ള് ഉണ്ട്. നൈറ്റ് ഫുള്ള് 10-11 മണി വരെ ഉണ്ടാവും. വഴി എന്ന് പറഞ്ഞാൽ കല്ലാർ റോഡിൽ നിന്ന് വരുമ്പോൾ കണ്ടംകുളം വഴിക്ക് ശിവന്റെ അമ്പലത്തിലേക്ക് വരുന്ന വഴിക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ സമൂഹം റോഡ്, സമൂഹം
തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ തൊട്ടടുത്താണ് ഇത്. തളി ശിവക്ഷേത്രത്തിന്റെ നേരെ പടിഞ്ഞാറ് വശം പത്മശ്രീ കല്യാണ മണ്ഡപത്തിലേക്ക് പോണ വഴിക്കാണ് നമ്മൾ സ്റ്റാൾ ഉള്ളത്.